നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് പ്രേമലു എന്ന് പറയുന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് കണക്കുകൾ വളരെ ചുരുക്കി പറഞ്ഞു പോകാൻ വേണ്ടിയാണ്. ഈ ഒരു സിനിമയുടെ ബോക്സ് ഓഫീസ് കണക്കുകൾ പറയണമെന്ന് എല്ലാവരും ആവശ്യപ്പെടാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ ടൈം കൊണ്ട് തീർക്കുകയാണ്. സമയത്തിന്റെ ഒരു പരിമിതിയുണ്ട്. തീർച്ചയായിട്ടും ബ്രഹ്മയുഗത്തിന്റെയും മറ്റേ ടൊവിനോയുടെ ചിത്രത്തിന്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിവ്യൂമായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു കണക്കുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇപ്പോൾ ഈ ഒരു കണക്ക് മാത്രം കേൾക്കുക. ഈ കണക്കിൽ ഞെട്ടാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ 9 ദിവസം കഴിഞ്ഞിരിക്കുന്നു പടം റിലീസ് ചെയ്തിട്ട്. ഇന്നലെ മാത്രം ഈ സിനിമ വേൾഡ് വൈഡ് ആയിട്ട് കളക്ഷൻ നേടിയത് 6 കോടി രൂപയാണ് എന്നുള്ള കേൾക്കുമ്പോഴാണ് ഈ സിനിമ ഏത് ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ കളക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നത് ഡൊമസ്റ്റിക് കളക്ഷൻ തന്നെയാണ്. അതായത് കേരള കളക്ഷൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള നടന്മാരെ പോലെ ഇപ്പൊ മോഹൻലാൽ, മമ്മൂട്ടി എന്നൊക്കെ പറയുന്ന പോലുള്ള വലിയ താരനിര ഇല്ലാത്തത് കൊണ്ടായിരിക്കാം GCCയിൽ ഉൾപ്പെടെ മറ്റ് പല സ്ഥലങ്ങളിലും പടത്തിന് അത്ര അങ്ങോട്ട്, അതായത് കേരളത്തിൽ പിടിച്ചു നിൽക്കുന്ന രീതിയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വരുന്നത്. എന്തിനേലും അവിടെയും മികച്ച കളക്ഷൻ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നതാണ് ഇതുവരെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരളത്തിൽ നിന്ന് 20.5 കോടി രൂപയാണ് സിനിമ ഇതുവരെ ഈ 9 ദിവസം കൊണ്ട്. ഇന്നലത്തെ കണക്ക് കൂടി നോക്കുമ്പോൾ, ഇന്നലത്തെ കണക്ക് ഫൈനൽ അല്ല 6 എന്ന് പറയുന്നത്, 6-ൽ കൂടും, പക്ഷെ 6 എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 20.5 കോടി രൂപയാണ് ഇതുവരെ കേരളത്തിനകത്ത് നിന്ന് മാത്രമായിട്ട് സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചത്. 9 ദിവസം കൊണ്ട് 11 കോടിയാണ് GCCയിൽ നിന്ന് പടത്തിന് നേടിയെടുക്കാൻ സാധിച്ചു ഈ ഇതേ 9 ദിവസം കൊണ്ട്. അതായത് GCCയിൽ ഇപ്പോഴും 1 കോടിക്ക് മുകളിൽ കളക്ഷൻ വരുന്നുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. 5 കോടി രൂപയോളമാണ് ഇന്നലെ ശനിയാഴ്ചത്തെ ദിവസം മാത്രം കേരളത്തിൽ നിന്ന് കളക്ഷൻ നേടിയത്. തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം, ഇന്ന് ഞായറാഴ്ചയാണ്, ഇന്ന് ആ പടം ഏത് രീതിയിലായിരിക്കും തകർക്കാൻ പോണെന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടതാണ്. 31.5 കോടി രൂപ ഈ വെറും 9 ദിവസം കൊണ്ട് ഈ സിനിമ നേടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ സിനിമ, യുവാക്കളുടെ ഈ ഒരു സിനിമ തീർച്ചയായിട്ടും 50 അല്ല 60 അല്ല 70 മുകളിൽ പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ RDX ഉണ്ടാക്കിയ ആ ഒരു ചലനം, വലിയ താരനിര ഇല്ലാതെ വന്ന RDX ഉണ്ടാക്കിയ ആ ഒരു ചലനം, അതിനോടൊപ്പമുള്ള ചലനം തന്നെയാണ് ഇപ്പോൾ പ്രേമലു കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും സിനിമ ഒരു ബ്രഹ്മാണ്ഡ ഹിറ്റായി മാറിയിരിക്കുന്നു. ഇനി അതിന്റെ ഫൈനൽ എവിടം വരെ എത്തുമെന്ന് നോക്കിയാൽ മതി. തീർച്ചയായിട്ടും RDXുമായിട്ട് താരതമ്യം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ റേഞ്ചിൽ തന്നെ വന്ന് നിൽക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ കമന്റുകൾ താഴെ വരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.